ചെരുപ്പിനുള്ളിലെ മണൽത്തരികൾ. സദൃശ്യവാക്യം 29 1 മുതൽ 20 വരെ. ധ്യാനത്തിനായിട്ട് 18 വാക്യം. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ടത്രേ. അതുവരെയുള്ള ദൂരം മുഴുവൻ നടന്നെത്തിയ ഒരാളിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് റോക്കി പർവ്വതം കയറി ഇറങ്ങേണ്ടി വന്നതോ, ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നതോ, വെള്ളപ്പൊക്കം കൊണ്ട് കരകവിഞ്ഞൊഴുകിയ ആറുകളും അരുവികളും കടക്കേണ്ടതായി വന്നതോ ഒന്നും അല്ലായിരുന്നു തൻ്റെ യാത്രയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും ദുഷ്കരമായ അനുഭവം. പിന്നെയോ തൻ്റെ ചെരുപ്പിനകത്ത് കടന്നുകൂടിയ ചെറിയ മണൽത്തരികളായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നേരമ്പോക്കായി നമുക്ക് തോന്നാം. പക്ഷേ ചെരുപ്പിനകത്ത് മണൽത്തരി കയറിയാൽ ഓരോ ചുവടുവയ്പ്പിലും വല്ലാത്ത അസ്വസ്ഥതയും വേദനയും ഉളവാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സംഭവകഥയിലെ മണൽത്തരിയെ പ്രതിനിധാനം ചെയ്യുന്ന നിരവധി ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്താറുണ്ട്. ഹിമാലയ പർവ്വതം പോലെയോ, മറുകര കടക്കാൻ പാടില്ലാത്ത മഹാനദി പോലെയോ, സഹാറ മരുഭൂമി പോലെയോ ഉള്ള വലിയ ജീവിത പ്രശ്നങ്ങളോടുള്ള ഭീഷണിയാണ് നാം സാധാരണ ഭയപ്പെടാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചെരുപ്പിനകത്തുള്ള മണൽത്തരികളുടെ, അതായത് നിസ്സാര കാര്യങ്ങളുടെ ഭീഷണിയാണ് അതിനേക്കാൾ വലുത്. മറ്റുള്ളവരോടുള്ള ഇടപാടിലും സംഭാഷണത്തിനും പെരുമാറ്റത്തിനുമെല്ലാം അസുഖകരമായ നിരവധി നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ചെരുപ്പിനുള്ളിലെ മണൽത്തരി പോലെ ജീവിതയാത്രയിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശല്യവും വേദനയും ഉണ്ടാക്കാറുണ്ട്. വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ മണൽത്തരി പോലെയുള്ള ചെറിയ കാര്യങ്ങളോടുള്ള സമീപനത്തെയും പ്രതികരണത്തെയും ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക വിജയം സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് മറക്കരുത്. പ്രശ്നങ്ങളല്ല, അവിടെ നേരെയുള്ള പ്രതികരണമാണ് പ്രധാനം. നിസ്സാര കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ചത്രേ ജീവിതം സുഗമമായി തീരുന്നത്. ക്ഷിപ്രകോപം, മറ്റുള്ളവരോട് മനസ്സിനെ മുറിപ്പെടുത്തുന്ന പെരുമാറ്റം, കാര്യക്ഷമമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ വരിക എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ ചെരുപ്പിനുള്ളിലെ മണൽത്തരിയോടുള്ള, അതായത് നിസ്സാര കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണത്തിന് ദൃഷ്ടാന്തമാണ്. ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും കൂടുതോറും നിസ്സാര കാര്യങ്ങളുടെ നേർക്കുള്ള പൊട്ടിത്തെറിക്കലും വർദ്ധിക്കുക സാധാരണമാണ്. തൻ്റെ അനുഭവങ്ങളുടെ ചവിട്ടുപടികളിൽ കൂടി ജ്ഞാനത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിൽ എത്തിച്ചേർന്ന സോളമൻ രാജാവ് പറയുന്നത് ശ്രദ്ധിക്കുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ പ്രഭവസ്ഥാനമാണ് ഹൃദയമെന്നും അദ്ദേഹം പറയുന്നു. ആ ഹൃദയത്തെ ജാഗ്രതയോടുകൂടി, അഥവാ ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ചെറിയ കാര്യങ്ങളോട് ആരോഗ്യകരമായ പ്രതികരണം ഉണ്ടാകൂ. ഓരോ ചുവടുവയ്പ്പിലും ജാഗ്രതയാണ് ആവശ്യം. ശ്രദ്ധിക്കണമേ, മുൻവിധിയെ സത്യത്തെ മറച്ചു വയ്ക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 4:2. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.